2 ദിവസം മുമ്പാണ് നമ്മൾ അജു വർഗീസ് മമ്മൂട്ടിയെ അനുകരിച്ചുകൊണ്ട് എയറിൽ പോയത്. നമ്മൾ ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരിക്കലും അദ്ദേഹം അത് കളിയാക്കാൻ വേണ്ടി ചെയ്തതല്ലാതെ നമ്മൾ അന്ന് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഹൈഡ്രോളി എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റർവ്യൂ വിളിച്ച് അതുകൊണ്ട് വൈറലാക്കാൻ വേണ്ടി അജു വർഗീസിനോട് കുറച്ച് ചോദ്യങ്ങളാ ചോദിച്ചു. അതോടുകൂടി ഹൈഡ്രോളിക്കിൽ കയറി അങ്ങ് പൊന്തിപ്പോയി എന്നുള്ളതാണ് ഈ ഒരു ഇന്റർവ്യൂവിന്റെ കഷ്ണങ്ങളാണ്. ഒന്ന് കണ്ടോക്കാം. മമ്മൂക്കാനെ ഈ ഇടയ്ക്ക് കളിയാക്കിയോ? കളിയാക്കിയത് എനിക്ക് അങ്ങനെ തോന്നി. മമ്മൂക്കാനെ കളിയാക്കി വന്നില്ലല്ലോ എനിക്ക് തോന്നി. അജുവൊക്കെ ഇത്രയും വളർന്നു മമ്മൂക്കാനെ കളിയാക്കാൻ. മമ്മൂക്കാടെ ഒരു വീഡിയോ മൊബൈലിൽ എടുത്തിച്ച് അഭിനയിക്കും. മമ്മൂക്കാക്ക് അഭിനയിച്ച പോലെ അഭിനയിച്ച് സ്റ്റെപ്പൊക്കെ ഇറങ്ങിയ പാട്ട് സീനൊക്കെ കാണിച്ചു. എനിക്ക് തോന്നിയ അജു ഒരു അഹങ്കാരിയായി മാറി മമ്മൂക്കാനെ കളിയാക്കിയ എനിക്ക് തോന്നിയത്. അത് നിങ്ങൾക്ക് മാത്രം തോന്നിയ ഒരു കാര്യമാണ്. കാരണം ഞാനൊക്കെ മമ്മൂട്ടിയെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. മമ്മൂട്ടിയെ അനുകരിക്കാൻ ശ്രമിച്ചതിനെ കുറിച്ച് മാത്രം നമ്മളൊക്കെ സംസാരിച്ചിട്ടുള്ളൂ. അത് നന്നായോ ഇല്ലയോ എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ടും നമ്മൾ സംസാരിച്ചിട്ടുണ്ടാവും. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തിയെ കളിയാക്കി എന്നുള്ളൊരു കാര്യം അത് വളരെ മോശമായി. ഇതിന്റെ ഹൈഡ്രോളിക്കാക്ക അത് തെറ്റായി പോയി. അത് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ ഒരു റൈറ്റ് ആണ് ഒന്നാമത്തത്. രണ്ടാമത് ടിക്ടോക്കിലൊക്കെ നമ്മൾ ഇഷ്ടം പോലെ നടന്മാരെ കളിയാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നല്ലല്ലോ. അത് അവരുടെ സുഹൃത്ത് വലയങ്ങളിൽ ഇരുന്നുകൊണ്ട് ഒരു ചെറിയൊരു സീനിനെ കണ്ടപ്പോൾ മമ്മൂട്ടിയൊക്കെ ഇത് എങ്ങനെയല്ല ചെയ്തു വെച്ചിട്ട് ഞാനൊന്ന് ചെയ്തോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തത്. അല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് ഒരു മമ്മൂട്ടിയെ കളിയാക്കിയതായിട്ട് ഞങ്ങൾക്ക് ആർക്കും തോന്നിയിട്ടില്ല. താങ്കൾക്ക് അത് എന്തുകൊണ്ട് തോന്നിയാന്ന് ഞങ്ങൾക്കറിയാം. ഇതൊരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഇന്റർവ്യൂ ആണ് എന്നും കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്. അതൊരു പുതിയ ഒരു വേർഷനാണ്. പക്ഷെ ഈ വേർഷൻ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അത് വേറെ ആര് ചോദിച്ചില്ലെങ്കിലും നിങ്ങൾ ചോദിച്ചു. അതന്നെ, വേറെ ആര് ചോദിച്ചില്ലെങ്കിലും നിങ്ങളത് ചോദിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. സത്യമാണ്. അനാവശ്യമായിട്ടാണ് ഈ ഒരു ചോദ്യം ചോദിക്കുന്നതും. ഇത് വെറുതെ എയറിൽ കയറാൻ വേണ്ടി ചെയ്തതാണ്. മമ്മൂട്ടിയെ ആരും അനുകരിച്ച മമ്മൂട്ടിയുടെ അടുത്തെത്തില്ല. അതിനി മമ്മൂട്ടി അഭിനയിച്ചാൽ പോലും മമ്മൂട്ടിക്ക് രണ്ടാമത് അതിനെ തോൽപ്പിക്കാൻ കഴിയില്ല. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെയാണ് വേറെ വല്ല ആളുകൾ. അപ്പൊ ഇത് അനുകരിക്കാനുള്ള ശ്രമം നടത്തി എന്നുള്ളത് അദ്ദേഹം ആ ഒരു സീനിനെ റീക്രിയേറ്റ് അദ്ദേഹത്തിന്റെ രീതിയിൽ ചെയ്യാൻ ശ്രമിച്ചതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. മമ്മൂട്ടി അനുകരിക്കാൻ ശ്രമിക്കുന്നത് പറഞ്ഞപ്പോൾ വലിയ തെറ്റായിട്ടുള്ള കാര്യമായിട്ട് തോന്നുന്നില്ല. അതായത് ഞങ്ങൾ അവിടെ സിനിമാ ചർച്ചകളിലായിട്ട് ചന്തു ഭഗത്തിന്റെ ഒരു സിനിമയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞ വർഷം ഇരിക്കുന്ന സമയത്ത് എന്തോ ഈ സീൻ എനിക്ക് ഭയങ്കര ഫേവറേറ്റാണ്. എത്രയോ വർഷങ്ങളായിട്ട്. കാര്യം ഭയങ്കര റൊമാൻറ്റിക് പെർഫോമൻസ് അത്. ഭയങ്കര ഫീൽ ചെയ്യുന്ന ഒരു പെർഫോമൻസ് അത്. അപ്പൊ ആ സംഭവം ഒക്കെ അപ്പം ഈ പറഞ്ഞ പോലെ തർക്കം വന്നു. നിനക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള ചാലഞ്ച് വന്നു. അപ്പം നാച്ചുറലി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ശ്രമിക്കുമല്ലോ. ആ ശ്രമമായിരുന്നു അത്. അല്ലാതെ ഞാൻ അദ്ദേഹത്തെ കളിയാക്കാനൊന്നും പോയതില്ല. അത് സത്യം തന്നെയാണ്. നമ്മളിപ്പോ എല്ലാവരും സുഹൃത്തുക്കളൊക്കെ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ചിലപ്പോ ഇപ്പൊ റീസെന്റ് ആയി വന്ന സിനിമയാണ് മാർക്കോ. ഈ മാർക്കോയിലെ പല സീനുകളും ചിലപ്പോൾ നമ്മളെ കുറച്ച് ഇതാക്കിയിട്ടുണ്ടാവും. നമ്മൾ ചിലപ്പോ അയാൾ അത് ചെയ്തില്ലേ, നമുക്ക് ചെയ്ത് നോക്കിയാലോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. സ്വാഭാവികമായിട്ടും പല ആളുകളും ടിക്ടോക്കോ അല്ലെങ്കിൽ യൂട്യൂബ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണ്. അത് റീക്രിയേറ്റ് ചെയ്തിട്ട് ഇടാറുണ്ട്. ഇപ്പൊ ഞാൻ ഭ്രമയുഗം എന്ന സിനിമയുടെ ഒരു സീനിന്റെ ഒരു ചെറിയ കഷ്ണം ഞാൻ ഒരു മുന്നേ ഒന്ന് ആക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് പാളി അതിലെത്താ. പക്ഷെ അതിനെ മറ്റുള്ള ആളുകൾ കാണുമ്പോൾ അയാളുടെ സ്വാതന്ത്ര്യം ഉണ്ട്, അയാൾക്ക് എന്തും പറയാന്നുള്ളത്. അതിന്റെ അപ്പുറത്തേക്ക് നേരിട്ടുള്ള ചോദ്യം ചെയ്യല്, നീ അത് ചെയ്ത് ശരിയായില്ല എന്ന് പറയാൻ നമുക്കൊരു റൈറ്റും ഇല്ല. അജു വർഗീസിനെ മുന്നിൽ ഇരുത്തിക്കൊണ്ട് പ്ലാനഡ് ആയിട്ട് ചോദിച്ചതാണ്, അത് നമുക്കറിയാം. പക്ഷെ എയറിൽ കയറിയത് അജു വർഗീസ് അല്ല, ഹൈദ്രോ ആണ്. പക്ഷെ ഞാൻ മനസ്സുകൊണ്ട് ചുമ്മാ ശ്രമിക്കുമ്പോ വിചാരിച്ചു എനിക്ക് ചിലപ്പോ പറ്റുന്നത്. പക്ഷെ അതിന്റെ എന്റെ ദുരന്തമായിരുന്നു. തോറ്റുപോയി. ഞാനത് തോറ്റാ എനിക്ക് കുഴപ്പമില്ല, തോൽക്കുന്നത് ഞാൻ അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ അത് ചന്തു എടുത്ത് ഇടുന്ന ഞാൻ വിചാരിച്ചില്ല. ചന്തു അത് ഈ 14 വർഷത്തിന്റെ ഇത് വെച്ചിട്ട് അതൊക്കെ എടുത്തിട്ടു. പക്ഷെ ഭാഗ്യത്തിന് നിങ്ങൾക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അത് മര്യാദയ്ക്ക് തോന്നിയുള്ളൂ. ശരിയാണ്. അത് നമ്മളൊരു തമാശ രൂപേണ കണ്ടു. ഒരിക്കലും ആ ഒരു സീന് നമുക്ക് തമാശയെ കാണേണ്ട ഒരു സീനൊന്നുമല്ല. നമുക്ക് വളരെ ഇമോഷണലി ടച്ച് തരുന്ന മമ്മൂട്ടിയുടെ ആ ഒരു തമിഴിൽ പോയിട്ട് പോലും ഭയങ്കരമായിട്ട് തമിഴ് മക്കളെ മാത്രമല്ല ഇന്ത്യയിലെ മുഴുവൻ ആളുകളെയും അത്തരം മമ്മൂട്ടി സീനുകളൊക്കെ കോരിത്തരിപ്പിക്കാറുണ്ട്. അങ്ങനെ തന്നെയാണ് ആ ഒരു സിനിമയിൽ അദ്ദേഹത്തിന്റെ ആക്ടിങ് ശരിക്കും നമ്മളെ ഞെട്ടിച്ചിട്ടുള്ളത്. ചട്ടുകാലനായിട്ടൊക്കെ അഭിനയിച്ചിട്ടും ഒരു രക്ഷയില്ലാത്ത ആക്ടിങ് ആണ്. അതിപ്പോ മമ്മൂട്ടി ഏത് ലാംഗ്വേജിൽ പോയി അഭിനയിച്ചാലും സെയിം ആണ്. നമുക്ക് അഹങ്കാരം കൊണ്ട് നമ്മൾ തന്നെ ചിലപ്പോ നമ്മൾ മലയാളിയാണെന്ന് അഹങ്കരിച്ചുകൊണ്ട് തന്നെ നമ്മൾ പറയും മമ്മൂട്ടിയുടെ നാട്ടിലാണ് ഞങ്ങളെ ലെജൻഡ് ആക്ടറാണ് മമ്മൂട്ടി. ദി കംപ്ലീറ്റ് ആക്ടർ എന്ന് മോഹൻലാലിന് പറയുന്നുണ്ടല്ലോ. കംപ്ലീറ്റ് ആക്ടർ എന്ന് പറയുന്നത് ഒരു പക്ഷെ മമ്മൂട്ടിക്കാണ് ചേരുക എന്ന് എനിക്ക് ചില സമയത്ത് തോന്നിയിട്ടുണ്ട്.
ചില സാധനങ്ങളൊന്നും മോഹൻലാലിന്റെ മുഖത്ത് ഭാവങ്ങളെ വന്നിട്ടില്ല. ഈ കാലഘട്ടത്തിലാട്ടോ, കുറച്ച് മുന്നേ ആണെന്നുണ്ടെങ്കിൽ കട്ടക്ക് നിന്നിരുന്നു എന്ന് പറയാം. ഈ ഒരു കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ കംപ്ലീറ്റ് ആക്ടർ എന്ന് പറയുന്നത് മമ്മൂട്ടിയാണ്, ഒരു ഡൗട്ടും വേണ്ട. പക്ഷെ എനിക്കങ്ങനെ തോന്നിയില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ലെങ്കിൽ കുഴപ്പമില്ല. എന്റെ കാര്യം എനിക്ക് പറയാമല്ലോ. നിങ്ങളുടെ കാര്യം പറയാതെ അജുവിന് മാത്രം പറയാമെങ്കിൽ എനിക്ക് എന്റെ കാര്യം, എനിക്ക് ഞാൻ മമ്മൂക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നു. മമ്മൂക്കാനെ കളിയാക്കിയല്ലോ എനിക്ക് ചോദിക്കാതെ ധൈര്യമായിട്ട് ചോദിച്ചു. അതാ ഞാൻ ചോദിച്ചത്. അജുന് അതിനകത്ത് ദേഷ്യം വരുന്നത് എനിക്ക് ദേഷ്യമല്ല, ഞാൻ പറഞ്ഞു ഇത്രയും പേർക്ക് ഒരു കാര്യം അതിപ്പോ പച്ച കളറാന്ന് തോന്നിയാൽ നിങ്ങൾക്ക് മാത്രം ചുവന്ന കളറാന്ന് തോന്നുന്ന കാര്യമില്ലല്ലോ. അങ്ങനെയല്ല അജു. അജു ഞാനത് എന്റെ വീട്ടിലിരുന്ന് കണ്ടു. ഞാൻ കാണുമ്പോ ആ സ്റ്റെപ്പ് അറിയുന്നത് മമ്മൂക്കാടെ എക്സ്പ്രഷൻ ഒന്നുമല്ല പിടിക്കണം. അപ്പൊ മമ്മൂക്കാനെ കളിയാക്കുന്നില്ല, എനിക്ക് തോന്നിയില്ല എന്താ തെറ്റ്. മമ്മൂട്ടിയുടെ എക്സ്പ്രഷൻ അല്ല പിടിക്കണമെന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയുടെ എക്സ്പ്രഷൻ ഹൈദ്രോ നിനക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. മമ്മൂട്ടിയുടെ എക്സ്പ്രഷൻ മമ്മൂട്ടിക്ക് പോലും രണ്ടാമത് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ട്. കാരണം ഒന്ന് ചെയ്തു വെച്ചതിന്റെ അപ്പുറത്തേക്ക് അതിന് മുകളിലേ വരൂ, അതിന്റെ അപ്പുറത്തേക്ക് ആ ലെവലിൽ വരില്ല. അദ്ദേഹം തന്നെ പറഞ്ഞു. പിന്നെയാണ് മമ്മൂട്ടിയുടെ ഭാവങ്ങൾ അതേപോലെ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് കണ്ടില്ല, എന്റെ സ്വാതന്ത്ര്യമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ മമ്മൂട്ടി ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാനെന്നൊക്കെ പറയുമ്പോൾ അതേ ആള് തന്നെയാണ് ഞാനും. മമ്മൂട്ടി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാനും. പക്ഷെ അതൊരിക്കലും കളിയാക്കിയിട്ട് ഞങ്ങൾക്ക് ആർക്കും തോന്നിയിട്ടില്ല. അതൊക്കെ ഒരു എന്റർടൈൻമെന്റ് എന്ന രീതിയിൽ എടുക്കണം. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ചോദ്യത്തോട് എനിക്ക് വിയോജിപ്പില്ല. പക്ഷെ നിങ്ങളുടെ കാഴ്ചപ്പാടിനോട് എനിക്ക് നല്ല വിയോജിപ്പുണ്ടായി. ഇത് പല ചർച്ചകളും നമ്മൾ ഇതേപോലത്തെ കാഴ്ചപ്പാടുകൾ ഷെയർ ചെയ്തപ്പോൾ അതനുസരിച്ച് നമ്മൾ ഒരു ഹെൽത്തി രീതിയിലൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോയതൊക്കെയാണ്. പക്ഷെ ഈ ചോദ്യം വളരെ അപ്രസക്തമാവും അൺവാണ്ടഡ് ആയിട്ട് ഫീൽ ചെയ്തു. ബിക്കോസ് അതിന് വേറൊരു മാനം കൊടുക്കാൻ ശ്രമിക്കും. അതിനാവശ്യമില്ല. തീർച്ചയായിട്ടും അതിന് വേറൊരു മാനം കൊടുക്കാൻ ശ്രമിക്കേണ്ട കാര്യമില്ല. മമ്മൂട്ടിയെ റീക്രിയേറ്റ് ചെയ്യാൻ ഒരു മനുഷ്യനും കഴിയില്ല. അത് അജു വർഗീസിനും കഴിയില്ല, അത് അജു വർഗീസിനും അറിയാം. പക്ഷെ ഇമിറ്റേറ്റ് ചെയ്യുക എന്നുള്ള ഒരു സാധനം നമുക്ക് ശ്രമം നടത്തിക്കൂടെ? നമ്മളിപ്പോ എല്ലാ ഇമിറ്റേഷനും അല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതൊരു വ്യക്തി മറ്റാളെ ഇമിറ്റേറ്റിംഗ് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരാണ് സ്വന്തമായിട്ട് സ്വയം ഒരു പാത വെട്ടി പോകുന്നത്? വളരെ കുറച്ച് ആളുകളുള്ളൂ. എല്ലാവരും ഇമിറ്റേറ്റിംഗ് ആണ് ചെയ്യുന്നത്. പക്ഷെ ആ ഇമിറ്റേഷൻസ് പലപ്പോഴും പൂർണ്ണതയിലേക്ക് ആർക്കും എത്തിക്കാൻ കഴിയില്ല. അതാ ഒറിജിനൽ കണ്ടന്റിന്റെ അപ്പുറത്തേക്ക് എത്തിക്കാൻ ഒരു മനുഷ്യനും കഴിയില്ല. നല്ലതെന്ന് എനിക്ക് തോന്നിയാലേ മാനം കൊടുക്കാൻ പറ്റുള്ളൂ. നല്ലതെന്ന് നിങ്ങൾക്ക് തോന്നിയില്ല എന്ന് ചിന്തിയാനാ ഭൂരിപക്ഷം പേർക്ക് തോന്നിയെങ്കിൽ ഞാൻ അതിനോട് പെടുത്തോളാം. അതിനോട് വേറെ ചോദ്യങ്ങളിലോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ഓരോ ആളുകൾക്ക് ഓരോ കാഴ്ചപ്പാടാണ്. അപ്പൊ മൂപ്പർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, അത്രേ ഉള്ളൂ. അജു വർഗീസ് പറഞ്ഞത് വെച്ചാൽ ഇഷ്ടം പോലെ ആളുകൾ ഇഷ്ടപ്പെട്ട ഒരു സാധനം നിങ്ങൾക്ക് മാത്രം ഇഷ്ടപ്പെട്ടില്ല. അത് ഞാൻ എന്ത് ചെയ്യാനാ, നമ്മളെന്ത് ചെയ്യാനാ? അതല്ല, ഒരു കാര്യം പറയുമ്പോ അത് അജു പറഞ്ഞ അതിന്റെ വേറെ രീതിക്ക് എടുക്കുക. അല്ലല്ല, കാര്യം പറയുന്നതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ആ സംഭവം ചെയ്തതിന്റെ എഫക്റ്റ് ഓക്കെ, അത് ഞാൻ ചേട്ടൻ പറഞ്ഞത് ഭയന്നിരുന്നു. ഇവൻ ഇത് ഇട്ടു എന്ന് എന്നെ വിളിച്ചു പറഞ്ഞപ്പം കാര്യം വളരെ പേഴ്സണലായിട്ട് ചെയ്തൊരു കാര്യമാണ്. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, എടാ ഇത് അദ്ദേഹത്തെ പോലെ ഒരാൾക്ക് ഒഫെൻസീവായിട്ട് തോന്നുമോ ചോദിച്ചു. ഇല്ല ഏട്ടാ, ഞങ്ങളത് എൻജോയ് ചെയ്താണ്. ഞാൻ പറഞ്ഞു ശരി, പിന്നെ ഇട്ടു. ഇനിയിപ്പോ തെറ്റൊന്നുമില്ലല്ലോ, ടിക്ടോക്ക് ഉള്ളത് ചെയ്യുന്നത് അതുപോലെ ഉള്ളൂ. പക്ഷെ അതിനെ വേറൊരു ആംഗിളിൽ ആരും കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അത് താങ്കൾക്ക് മാത്രം അങ്ങനെ തോന്നണമെങ്കിൽ ഒരിക്കലും മമ്മൂട്ടി ഈ ഒരു സാധനം കാണുകയാണെങ്കിൽ തന്നെ കണ്ടിട്ടുണ്ടാവും എന്നറിയില്ല. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അദ്ദേഹത്തിന് ഒരൊറ്റ ആറ്റിറ്റ്യൂഡേ ഉള്ളൂ. അത് നല്ലൊരു പ്രവണതയാണ്. അതായത് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളൊരു സാധനം, അഭിനയം പഠിക്കുക എന്നുള്ളൊരു സാധനം, അതൊക്കെ മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തിക്ക് വലിയ താല്പര്യമുള്ളതാണ്. പക്ഷെ അതിന് ഹൈബ്രോ എന്തിന് ഈ ഒരു രീതിയിലേക്ക് മാറ്റി ഹൈഡ്രോളി എന്ന് എനിക്കറിയില്ല. ഇതൊക്കെ പേരെടുക്കാനും പെട്ടെന്ന് ചാനൽ ഒന്ന് റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ, ചാനൽ ഓൾറെഡി റീച്ച്ഡാ, അപ്പൊ അത് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. എന്ന് എയറിൽ കയറി കഴിഞ്ഞാൽ തന്നെയാണ് ചാനലിന് കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. എല്ലാ ചാനലിന്റെ അവസ്ഥ അത് തന്നെയാണ്. അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ പറയുന്നത്. മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ ഒരു മനുഷ്യനെ കൊണ്ടും കവിച്ചു വെക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ ആക്ടിങ് മറ്റൊരാൾ ഇമിറ്റേറ്റ് ചെയ്താൽ മമ്മൂട്ടിയുടെ അടുത്ത് പോലും എത്തില്ല എന്ന കാര്യം എല്ലാ മലയാളികൾക്കും അറിയാം, അജു വർഗീസിനും അറിയാം. പിന്നെ എന്തിനാണ് അനാവശ്യമായിട്ടൊരു കുത്തിത്തിരിപ്പ്? ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ വിളിക്കുക. വീണ്ടും പുതിയ സിനിമാ വിശേഷങ്ങളുമായി ഞാൻ വരുമ്പോൾ സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.